ഹായ്, എൻ്റെ പേര് നൗഷാന. മൈൻസൂം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് കുഞ്ഞുങ്ങളെ ലോകത്തിലെ മികച്ചവരാക്കാൻ എന്നുള്ളതിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ കുറച്ച് പേരൻറ്റിങ് ടിപ്പുകളെ പറ്റിയിട്ടുമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. മാതാപിതാക്കളുടെ സംരക്ഷണത്തെക്കാൾ ശക്തമായ മറ്റൊരു ആവശ്യവും കുട്ടിക്കാലത്തില്ല. അതെത്ര വലിയ കാര്യമാണല്ലേ. അതൊന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നിങ്ങളുടെ കുട്ടിക്കാലം ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ എത്രത്തോളം സംരക്ഷിച്ചിരുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് മനസ്സിലാവും മാതാപിതാക്കൾ എത്രത്തോളം നിങ്ങളെ സംരക്ഷിച്ചിരുന്നു എന്ന്. ഇത് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മാതാപിതാക്കളുടെ സംരക്ഷണത്തെക്കാൾ ശക്തമായ മറ്റൊരാവശ്യവും കുട്ടിക്കാലത്തില്ല, അല്ലേ? തൻ്റെ കുഞ്ഞിനെ ലോകത്തിലെ മികച്ച ഒരാളാക്കി എടുക്കണമെന്നാണ് ഓരോ രക്ഷിതാക്കളും ആഗ്രഹിക്കുന്നത്. ഒരിക്കലും ഒരു രക്ഷിതാവ് തൻ്റെ കുഞ്ഞ് നല്ലതുപോലെ വളരണ്ട, ഞാൻ എങ്ങനെയായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ അനുഭവിച്ചിരുന്നത് അതുപോലെ അവരും അനുഭവിക്കണം, അങ്ങനെ ചിന്തിക്കുന്ന രക്ഷിതാക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ മാനസികാരോഗ്യത്തെ ഒന്ന് സംശയിക്കണം. കാരണം ഒരിക്കലും ഒരു മാതാവോ അല്ലെങ്കിൽ പിതാവോ ഒരിക്കലും തൻ്റെ കുഞ്ഞ് നന്നായി വളരരുതേ എന്ന് ഒരിക്കലും ആഗ്രഹിക്കില്ല. ഞാൻ പറഞ്ഞതുപോലെ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യത്തെ സംശയിക്കണം. പക്ഷേ 1% പോലും കുട്ടികൾ പ്രതീക്ഷക്കൊത്ത് വളരുന്നില്ല. അവര് ഇരുണ്ട കോണുകളിലേക്ക് അറിഞ്ഞറിയാതെയോ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ജീവിത ലക്ഷ്യങ്ങൾ നേടാന് കുടുംബ മഹിമയോ സമ്പത്തോ സൗന്ദര്യമോ ശരീരപ്രകൃതിയോ അതൊന്നും ആവശ്യമല്ല എന്ന് മഹാന്മാർ തന്നെ തെളിവാണ്, അല്ലേ? ഇപ്പോൾ അംബാനിയും KR നാരായണും ഒക്കെ നോക്കുക. അവരൊക്കെ ഒരുപാട് ഉദാഹരണങ്ങളാണ്. അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു, അവരുടെ കുട്ടിക്കാലത്ത് അവർ എന്തെല്ലാം കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്ക്. കാരണം ഒരു ലക്ഷ്യബോധം നമുക്കുണ്ടെങ്കിൽ അതിനോട് ഉറച്ചു നിൽക്കുകയാണ് വേണ്ടത്. നമുക്ക് ഈ ലക്ഷ്യം മുന്നേറുന്നുണ്ടെങ്കിൽ ഒരിക്കലും കുടുംബ മഹിമയോ സമ്പത്തോ സൗന്ദര്യമോ ഒന്നും നമുക്ക് ആവശ്യമല്ല. നമുക്ക് നമ്മുടെ ലക്ഷ്യം നിറവേറ്റാൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞതുപോലെ മഹാന്മാർ തന്നെ തെളിവുകളാണ്. വിധിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇച്ഛാശക്തിയോടെ മുന്നേറുന്നവരാണ് യഥാർത്ഥ വിജയികൾ. പിന്നീടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, രക്ഷിതാക്കൾ ഒരുപാട് കാര്യങ്ങൾ മക്കളിൽ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളിൽ എത്ര പ്രതീക്ഷ വെക്കുന്നുണ്ട് എന്നുള്ളത്. ഒരുപാട് കാര്യങ്ങൾ മക്കളിൽ ആഗ്രഹിക്കുന്നുണ്ട്. തൻ്റെ മക്കൾ നല്ലതുപോലെ വളരണം എന്നായിരിക്കും ഓരോ രക്ഷിതാക്കളും ആഗ്രഹിക്കുന്നുണ്ടാവുക. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കലും തൻ്റെ മക്കൾ ഒരിക്കലും നല്ലതുപോലെ വളരരുതേ എന്ന് ഒരിക്കലും ഒരു രക്ഷിതാവും ആഗ്രഹിക്കില്ല. അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ അവരുടെ മാനസികാരോഗ്യത്തെ നമ്മൾ സംശയിക്കണം. നമുക്ക് രക്ഷിതാക്കൾ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഉത്തരവാദിത്തമുള്ളവരും വിശ്വസ്തരുമായിരിക്കണം മക്കള് എന്ന് രക്ഷിതാക്കൾ ആഗ്രഹിക്കുന്നുണ്ടാവും, അല്ലേ? അതുപോലെ തന്നെ പരീക്ഷകളിൽ മികവ് കാട്ടുന്നവരായിരിക്കണം. ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ ഉണ്ടാക്കുന്നവരായിരിക്കണം. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിന് പരിഹാരം ഉണ്ടാക്കുന്ന ആളുകളാവണം. പിന്നെ അതുപോലെ തന്നെ ജീവിതാവസാനം വരെ സമ്പാദിക്കുന്നവരായിരിക്കണം. സ്നേഹബന്ധങ്ങൾ കെട്ടിപ്പൊക്കാൻ കഴിവുള്ളവരായിരിക്കണം. ആനന്ദമുള്ളവരായിരിക്കണം. ആത്മവിശ്വാസമുള്ളവരായിരിക്കണം. അതുപോലെ തന്നെ ആളുകളോട് നല്ല രീതിയിൽ പെരുമാറാനുള്ള കഴിവ് മക്കൾക്കുണ്ടായിരിക്കണം. നല്ല മികവ് കാട്ടുന്നവരായിരിക്കണം. അതുപോലെ തന്നെ സ്വപ്നങ്ങൾ കാണുന്നവരായിരിക്കണം. അതുപോലെ മികച്ചത് തിരഞ്ഞെടുക്കാനുള്ള കഴിവ് കുട്ടികൾക്കുണ്ടായിരിക്കണമെന്ന് ഓരോ രക്ഷിതാക്കളും ആഗ്രഹിക്കുന്നതാണ്, അല്ലേ? ഉത്തരവാദിത്വ ബോധമുള്ളവരായിരിക്കണം എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരു കാര്യം കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് കൃത്യമായിട്ട് ചെയ്യാനുള്ളൊരു ഉത്തരവാദിത്വം അവർക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ഇതൊക്കെ രക്ഷിതാക്കൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ നിങ്ങളിങ്ങനെ ആഗ്രഹിച്ചത് കൊണ്ട് ഒരിക്കലും നിങ്ങളെ മക്കള് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ വളരില്ല. കാരണം നിങ്ങൾ അവരുടെ അടുത്ത് പറയുകയാണ്, എനിക്ക് എങ്ങനെയൊക്കെയാണ് ആഗ്രഹം, അതുകൊണ്ട് നീ അതുപോലെ തന്നെ നീ വളരണം, അതുപോലെ തന്നെ നീ ജീവിച്ച് മുന്നോട്ട് പോകണം. നിങ്ങൾ മക്കളോട് പറയുകയാണ്, നീ ആനന്ദമുള്ളവരായിരിക്കണം, സ്നേഹബന്ധം കെട്ടിപ്പൊക്കാൻ കഴിവുള്ളവനായിരിക്കണം, പരീക്ഷകളിൽ മികവ് കാട്ടുന്നവരായിരിക്കണം എന്ന് നിങ്ങൾ പറയണം. അങ്ങനെ പറഞ്ഞത് കൊണ്ട് ഒരിക്കലും നിങ്ങളെ മക്കള് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ വളരില്ല. നിങ്ങൾ രക്ഷിതാക്കൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താന്നുള്ളത് നോക്കാം. അതായത് ഒന്നാമത്തെ കാര്യമാണ് സുരക്ഷിതത്വ ബോധം. പിന്നെ വ്യക്തമായ കഴിവിനെ പറ്റിയിട്ടുള്ള ബോധം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. വ്യക്തിത്വ ബോധം ഉണ്ടാക്കി കൊടുക്കണം. അതുപോലെ തന്നെ വ്യക്തമായ ലക്ഷ്യബോധം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഇതെല്ലാം ചെയ്യേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ്.
ചിന്തിക്കാനുള്ള പ്രായമല്ലാത്തതിനാൽ ഇതെല്ലാം പറഞ്ഞു കൊടുക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ കാര്യങ്ങൾ, അതായത് ഈ വ്യക്തിത്വ ബോധവും സുരക്ഷിതത്വ ബോധവും ഒക്കെ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുത്താൽ തീർച്ചയായും നിങ്ങളുടെ മക്കൾ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ വളരും. സുരക്ഷിതത്വ ബോധം എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ സുരക്ഷിതത്വ ബോധം എന്ന് പറയുമ്പോൾ അവർക്ക് എപ്പോഴും ഉത്തരവാദിത്തം ഉണ്ടാവും. അധികാര കേന്ദ്രങ്ങളോട് ആദരവ് കാട്ടുന്നവരായിരിക്കും. അതുപോലെ തന്നെ മുതിർന്നവരെ വിശ്വസിക്കുന്നവരും ബഹുമാനിക്കുന്നവരുമായിരിക്കും. ഉത്തരവാദിത്വ ബോധം, അതായത് ഒരു കാര്യം കൊടുത്തു കഴിഞ്ഞാൽ അവർ ഉത്തരവാദിത്തോടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യും. ആ ഒരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ അവർ തീർച്ചയായും അത് ചെയ്തിരിക്കും. അതുപോലെ തന്നെ ഒന്നിനും ആശങ്കയില്ലാത്തവരായിരിക്കും. അതുപോലെ തന്നെ സ്വയം അച്ചടക്കം പാലിക്കുന്നവരുമായിരിക്കും സുരക്ഷിതത്വ ബോധം അനുഭവിക്കുന്ന കുട്ടികൾ. ഉറച്ച വ്യക്തിത്വ ബോധമുള്ളവരെങ്ങനെയായിരിക്കും എന്നറിയോ? ഉറച്ച വ്യക്തിത്വ ബോധമുള്ള കുട്ടികൾ അവർക്ക് എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാൻ തോന്നും, എമ്പതി ഉണ്ടാവും, അതുപോലെ എപ്പോഴും സ്നേഹമുണ്ടാവും, ഉറച്ച കാര്യങ്ങൾ എടുക്കാൻ കഴിയും. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തിൽ തന്നെ അവർ ഉറച്ചു നിൽക്കും. നല്ല കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ തോന്നും. എപ്പോഴും എമ്പതി ആയിരിക്കും മറ്റുള്ളവരോട് തോന്നുക. ഉറച്ച വ്യക്തിത്വ ബോധമുള്ളവർ അങ്ങനെയായിരിക്കും. ഞാൻ പറഞ്ഞതുപോലെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മക്കളിലൂടെ നിങ്ങൾ ചെയ്ത് തീർക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മക്കളിൽ നല്ലൊരു പ്രതീക്ഷ വെക്കാം. കാരണം നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ നല്ല കാര്യങ്ങൾ എപ്പോഴും പറഞ്ഞു കൊടുത്തുകൊണ്ടേ ഇരിക്കുക. മോശമായിട്ടുള്ള ഒരു കാര്യവും മക്കൾക്ക് പറഞ്ഞു കൊടുക്കരുത്. കാരണം ചെറുപ്പത്തിൽ തന്നെ നിങ്ങളെ കണ്ടിട്ടായിരിക്കും മക്കൾ വളരുക. ഒരിക്കലും മാതാപിതാക്കൾ മക്കളുടെ ശത്രുക്കളാവരുത്. അവർക്ക് എപ്പോഴും സ്നേഹബന്ധങ്ങൾ ഉണ്ടാക്കാനുള്ള വഴി അവർ ഒരുക്കി കൊടുക്കുക. കാരണം നിങ്ങൾ ഈ രക്ഷിതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം കൂടുന്ന ടൈമിൽ മക്കൾ ഇത് കാണുകയാണ്. മോശ വാക്കുകൾ വായെന്ന് വരുമ്പോൾ ഈ വാക്കുകളൊക്കെ അവരെ മനസ്സിലുണ്ടാവും. അപ്പോൾ ആ ഒരു ചിന്തയും വെച്ചിട്ടായിരിക്കും അവർ വളരുക. അങ്ങനെ വളർന്ന് കുറച്ച് വലുതായി കഴിയുമ്പോൾ അവരും നിങ്ങളെ പോലെ പെരുമാറാൻ തുടങ്ങും. അതുകൊണ്ട് മക്കളെ മുന്നിൽ ഒരിക്കലും നിങ്ങൾ മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കരുത്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ഒരിക്കലും മാതാപിതാക്കളുടെ പരിഗണന കിട്ടാൻ വേണ്ടി ഒരിക്കലും രോഗം അഭിനയിക്കരുത്. മറ്റുള്ളവരുടെ പരിഗണന കിട്ടാനും വേണ്ടി ഒരിക്കലും നിങ്ങൾ രോഗം അഭിനയിക്കരുത്. മാതാപിതാക്കൾക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും. മാതാപിതാക്കൾ തങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഇങ്ങനെ ഒരാളാവണം എന്നായിരുന്നു. പക്ഷേ ജീവിത സന്ദർഭം മൂലം, സാഹചര്യം മൂലം എനിക്കതാവാൻ കഴിഞ്ഞില്ല. ഡിസ്ട്രിക്ട് കളക്ടർ ആവണമെന്നായിരുന്നു ആഗ്രഹം, ഡോക്ടർ ആവണമെന്നായിരുന്നു ആഗ്രഹം, സിവിൽ എഞ്ചിനീയർ ആവാനായിരുന്നു ആഗ്രഹം എന്നൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ ഇവർക്കുണ്ടായിരുന്നു. പക്ഷേ ജീവിത സന്ദർഭം മൂലം ഇവർക്ക് അതൊന്നും ആവാൻ കഴിഞ്ഞില്ല. അപ്പോൾ രക്ഷിതാക്കൾ വിചാരിക്കുകയാണ്, നിങ്ങൾക്ക് അങ്ങനെ ആവാൻ കഴിയില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മക്കളിലൂടെ നിങ്ങൾക്ക് നിങ്ങളെ ആഗ്രഹം നിറവേറ്റാൻ കഴിയും. പക്ഷെ അത് നല്ല രീതിയിലായിരിക്കണം എന്ന് മാത്രം. നിങ്ങൾക്ക് ഒരു ഡോക്ടറിൻ്റെയോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെയോ എഞ്ചിനീയറിൻ്റെയോ മാതാപിതാക്കൾ നിങ്ങൾക്കാവാം. അപ്പോൾ അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവരോട് സംസാരിച്ച് അവരുടെ ലക്ഷ്യങ്ങൾ എന്താണെന്നും നിങ്ങളുടെ ലക്ഷ്യങ്ങളും എന്താണെന്ന് അവരുടെ അടുത്ത് നേരെ പോലെ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ ലക്ഷ്യം നല്ല രീതിയിലാണ് എന്നുണ്ടെങ്കിൽ അവരുടെ ലക്ഷ്യവുമായി മുന്നോട്ട് പോവുക. അതല്ല മോശമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യമായിട്ടും അവരുടെ മുന്നോട്ട് പോവാൻ പറയുക. അതാവുമ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഉപദേശമായിട്ട് നൽകണ്ട, സ്നേഹത്തോടെ കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതാകുമ്പോൾ അവർക്ക് ജീവിതത്തിൽ ഒരു ബോധമുണ്ടാകും. അവർ രക്ഷിതാക്കൾ പറഞ്ഞത് ശരിയാണല്ലോ എന്നവർക്കൊരു ബോധം ഉണ്ടാകണം. ആ ബോധം രക്ഷിതാക്കളാണ് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ഈ കാര്യങ്ങൾ ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞ് അവരുടെ മനസ്സിലേക്ക് 10,000 കൊടുത്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ അവർക്ക് ആ ലക്ഷ്യബോധം ഉള്ളിലുണ്ടാവും. ആ ലക്ഷ്യബോധം വെച്ചിട്ടായിരിക്കും അവർ മുന്നേറുക. ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ മക്കളിലൂടെയും നിങ്ങൾക്ക് നിറവേറ്റാൻ കഴിയും. പിന്നെ വേറൊരു കാര്യം എന്താണെന്നറിയോ? മാതാപിതാക്കളെ ബഹുമാനിക്കാത്ത കുട്ടികൾ ഒരിക്കലും മറ്റുള്ളവരെ കാണുമ്പോൾ ഒരിക്കലും ബഹുമാനിക്കില്ല. മാതാപിതാക്കളെ നിങ്ങൾ ബഹുമാനിക്കാൻ പഠിക്കണം, എന്നാലേ നിങ്ങൾ ഉയരങ്ങളിൽ എത്തുകയുള്ളൂ. അതുപോലെ തന്നെ ഉത്തരവാദിത്തമുള്ള പെരുമാറ്റത്തിന് രക്ഷിതാക്കൾ തന്നെയാവണം ഉത്തമ മാതൃക. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. കുട്ടികളിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കി കൊടുക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ്. ഇനി നമുക്ക് പാരന്റിങ് ടിപ്പുകൾ എന്താണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ കാര്യമാണ് പോസിറ്റീവ് മാതൃകയാവുക. പിന്നെ ഉള്ളൊരു കാര്യം എന്താ വെച്ചാൽ അവർക്ക് പണം ചെലവഴിക്കാനുള്ള വഴി നിങ്ങൾ പറഞ്ഞു കൊടുക്കുക.
അതായത് അവരെന്തിനൊക്കെയാണ് ചെറുപ്രായത്തിൽ എന്തിനൊക്കെയാണ് അവർ പണം ചോദിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പെട്ടെന്ന് പണം എടുത്ത് കൊടുക്കരുത്. എന്താണ് ആവശ്യം അറിഞ്ഞ് നിങ്ങൾ കൊടുക്കുക. കാരണം ചെറു പ്രായത്തിൽ തന്നെ നിങ്ങൾ അവർക്ക് പണം ഇങ്ങനെ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ മക്കള് നല്ലതുപോലെ ജീവിച്ചു വരില്ല. കാരണം അവർ ആ പണത്തിന് വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും പലതും ചെയ്തു കൂട്ടും. കാരണം രക്ഷിതാക്കളെ എപ്പോഴും ചോദിക്കുമ്പോൾ പണം തരുന്നുണ്ട്, അപ്പം ഞാൻ എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല എന്ന് ഓരോ മക്കളും വിചാരിക്കും. അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. അതുപോലെ അവരുടെ ലക്ഷ്യങ്ങൾ നേടാൻ നിങ്ങൾ അവരെ സഹായിക്കുക. അവരുടെ ലക്ഷ്യങ്ങൾ നേടാൻ അവരെ സഹായിക്കുക. അവരുടെ ലക്ഷ്യങ്ങൾ എന്താന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 10,000 നിങ്ങൾ അവരുടെ മനസ്സിലേക്ക് അവരുടെ ലക്ഷ്യങ്ങൾ എന്താന്നുള്ളത് നിങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കണം. അതാകുമ്പോൾ അവരുടെ ഒരു മനസ്സിലൊരു ലക്ഷ്യബോധം ഉണ്ടാവും. ആ ലക്ഷ്യബോധം വെച്ചിട്ടായിരിക്കും അവർ മുന്നേറുക. അതുപോലെ തന്നെ വാക്കും പ്രവൃത്തിയും പാലിക്കുക. അതൊരിക്കലും രണ്ടും രണ്ട് തരമാവരുത്. വാക്കും പ്രവൃത്തിയും ഒരുപോലെ ആക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മുതിർന്നവരെ ബഹുമാനിക്കാൻ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. വിശ്വാസം ഉണ്ടാക്കാൻ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക മക്കൾക്ക്. അതുപോലെ തന്നെ ചിന്തിക്കാനുള്ളൊരു കഴിവ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. നിങ്ങൾ ഒരിക്കലും ചില രക്ഷിതാക്കളുണ്ട്, നീ ഒന്നും ചിന്തിക്കേണ്ട, നീ ഒന്നും സ്വയം ചിന്തിക്കേണ്ട, ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി, നീ ചിന്തിച്ച് തല ഉണ്ടാക്കണ്ട എന്ന് പറയുന്ന കുറെ രക്ഷിതാക്കൾ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ നിങ്ങൾ അവരോട് ചിന്തിക്കേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു നെഗറ്റീവ് ഫലം അവിടെ ഉണ്ടാക്കുകയാണ്. കാരണം അവർ പിന്നെ ഒരു കാര്യം ചിന്തിക്കില്ല, അവരുടെ കഴിവ് അവർ പുറത്തെടുക്കില്ല. നിങ്ങൾ എന്താണോ പറയുന്നത് അതുപോലെ അവർ ചെയ്യുള്ളൂ. അപ്പൊ അവർക്ക് അവരുടെ കഴിവുകൾ പുറത്തെടുത്ത് മുന്നേറാൻ ഒരിക്കലും കഴിയില്ല. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു മാനേജർ തൻ്റെ കീഴിലുള്ള ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുന്നിടയിൽ അയാൾ ചിന്തിക്കുകയാണ്. അപ്പോൾ ഈ മാനേജർ പറയാണ്, നീ ചിന്തിച്ച് വെറുതെ തലമുണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ പറയുന്നത് കേട്ടാൽ മതി. അപ്പം അയാൾക്ക് അവിടെ ഒരു നെഗറ്റീവ് ഫലം ഉണ്ടാക്കുകയാണ്. അയാൾക്ക് അവിടുന്ന് മുന്നേറാനുള്ള ഒരു കഴിവ് അയാൾക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. ആ കാര്യം നിങ്ങൾ ചിന്തിക്കുക. മക്കൾക്ക് ചിന്തിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അവർ ചിന്തിക്കണം, അവരുടെ ചിന്തകൾ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടണം. കുട്ടികളോട് അഭിപ്രായങ്ങൾ ചോദിക്കണം. അഭിപ്രായങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. കുഞ്ഞുങ്ങളോട് പങ്കുവെക്കണം. കാര്യങ്ങൾ അവരുടെ അടുത്ത് പങ്കുവെക്കണം. രക്ഷിതാക്കൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങൾ നിങ്ങൾ അടിമകളല്ല എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. അവർക്ക് നല്ലൊരു ഫ്രണ്ടായിട്ട്, നല്ലൊരു അമ്മയായി, നല്ലൊരു അച്ഛനായി നിങ്ങൾ മുന്നോട്ട് അവരെ കൊണ്ടുപോകണം. അവർക്ക് എന്നാലേ ഉള്ളൂ അവർ ഉത്തരവാദിത്തോടെ കാര്യങ്ങൾ പെരുമാറുകയും ആളുകളോട് നല്ല രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ കുട്ടികളുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കണം. കുട്ടികൾക്ക് എന്തൊക്കെ തരം കഴിവുകളുണ്ടോ ആ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കണം, അഭിനന്ദിക്കണം അവരെ. അവരുടെ എല്ലാ കഴിവുകളും നിങ്ങൾ പുറത്തു കൊണ്ടുവരേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ്. നിങ്ങൾ അവരുടെ കഴിവുകൾ പുറത്തു കൊടുന്ന് അവരുടെ ജീവിതം കെട്ടിപ്പൊക്കാൻ കഴിയും. നല്ല രീതിയിൽ സ്നേഹബന്ധം കെട്ടിപ്പൊക്കാൻ അവർക്ക് കഴിയും. നിങ്ങൾ അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നുള്ളൊരു കാര്യം എന്താണെന്നറിയോ? ഒരു രക്ഷിതാവ് രക്ഷിതാക്കൾ കുഞ്ഞുങ്ങളോട് പറയാറുണ്ട്, നിന്നെ എനിക്ക് വേണ്ട എന്നുള്ളത്. അത് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നെഗറ്റീവ് ഫലം ഉണ്ടാക്കും. നിങ്ങൾ ചിലപ്പോൾ സ്നേഹം കൊണ്ടാണ് നിങ്ങളുടെ മക്കളോട് നിങ്ങൾ അങ്ങനെ പറയുന്നത്. പക്ഷെ നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ ആ വാക്കുകൾ നിങ്ങൾ സൂക്ഷിക്കണം. അവരുടെ മനസ്സിൽ നെഗറ്റീവ് ഫലം ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ അവർ ജീവിതത്തിൽ നിന്നും ഒളിച്ചോടാനും ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ആ കാര്യം ശ്രദ്ധിക്കുക. നിന്നെ എനിക്ക് വേണ്ട എന്ന് പറയുന്നത് ചിലപ്പോൾ എന്തെങ്കിലും കാട്ടിയിട്ടായിരിക്കും നിങ്ങൾ മക്കളോട് അങ്ങനെ പെരുമാറുന്നുണ്ടാവുക. പക്ഷെ അത് അവർക്ക് അവരുടെ ജീവിതത്തിൽ നെഗറ്റീവ് ഫലം ഉണ്ടാക്കും. ഇങ്ങനെ പറയുന്ന രക്ഷിതാക്കൾ ഉണ്ടാവും, നിന്നെ എനിക്ക് വേണ്ട എന്ന് പറയുന്ന രക്ഷിതാക്കൾ ഉണ്ടാവും. പക്ഷെ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കുക, നിങ്ങളുടെ മക്കൾക്ക് നെഗറ്റീവ് ഫലം ഉണ്ടാക്കും. അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്, ഞാൻ പറയുന്നത് കേട്ടാൽ മതി, സ്വയം ഒന്നും ചെയ്യണ്ട. ഈ സ്വയം ഒന്നും ചെയ്യണ്ട എന്ന് നിങ്ങൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ കഴിവിനെ നിങ്ങൾ നഷ്ടപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും നിങ്ങളുടെ മക്കളോട് ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി, സ്വയം ഒന്നും നീ ചിന്തിക്കേണ്ട എന്ന് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മക്കളോട് നിങ്ങൾ പറയണ്ട. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടാകും. അവരുടെ കഴിവുകൾ അവർക്ക് പുറത്തെടുക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ സ്വന്തമായിട്ടൊന്നും ചിന്തിക്കരുതേ, അങ്ങനെ ചെയ്യരുതേ, ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്ന കുറേ രക്ഷിതാക്കളുണ്ടാവും. അങ്ങനെയൊക്കെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ മക്കള് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ വളരണമെന്നുണ്ടെങ്കിൽ ഉറച്ച വ്യക്തിത്വബോധം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം, സുരക്ഷിതത്വ ബോധം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ട രക്ഷിതാക്കളുടെ കടമയാണ്. ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ
ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ നിങ്ങളുടെ മക്കൾ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ വളരണം എന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിലും നല്ലൊരു മനസ്സമാധാനത്തോടെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും. നിങ്ങൾക്ക് വെറുതെ നിങ്ങളുടെ മക്കളെ കുറിച്ച് ആലോചിച്ച് തല പുണ്ണാക്കേണ്ട ഒരു ആവശ്യവും ഉണ്ടാവില്ല. ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞ ഈ കുഞ്ഞുങ്ങളെ ലോകത്തിൽ മികച്ചവരാക്കാൻ എന്ന ഈ പറഞ്ഞ കാര്യങ്ങളും പാരന്റിങ് ടിപ്പുകളും നിങ്ങൾ ഫോളോ ചെയ്തു പോയാൽ തീർച്ചയായും നിങ്ങളുടെ മക്കൾ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ വളരും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.